Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ക്രൂഡ് ഓയിൽ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സ്ട്രാറ്റജി ട്രെൻഡ് സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കാണിക്കുന്ന ലൈവ് മാർക്കറ്റിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രയൽ ലൈവായിട്ട് തന്നെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ നോക്കുമ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 6312. ഇതിനകത്ത് ഈ റെഡ് ഡൗൺ ആരോ ഇല്ല, അത് നമുക്ക് സെല് ചെയ്യാനുള്ളതും അതുപോലെ ഗ്രീൻ വരുന്നത് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അതായത് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് കാണിച്ചു വരുന്നത്. സിഗ്നൽസ് വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ തരാം. അലേർട്ട് വരെ നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റുമേ. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ നമ്മൾ എല്ലാ ട്രേഡും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കൺഫേം ആവില്ല. അപ്പോൾ നമുക്കൊരു സെൽ സിഗ്നലാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സെൽ എന്ന് പറയുമ്പോൾ സെൽ ആരോ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഒരു സെൽ സിഗ്നലാണ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ സെൽ ആരോ വന്നതിന് ശേഷം തൊട്ട് താഴത്ത് നോക്കിയാൽ ആ ആരോയുടെ താഴത്തെ ബാറിൽ നമുക്ക് ഓരോ ക്യാൻഡിലും ഓരോ ബാറെ താഴത്ത് ഫോം ചെയ്ത് വരത്തുള്ളൂ. സിഗ്നൽസ് വരുമ്പോൾ അവിടെ താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. അത് റെഡ് ആയത് നോക്കുക, അതായത് സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. അതുപോലെ പ്രൈസ് സോൺ ഇല്ലേ ഇവിടെ, അത് സെൽ സോൺ എന്ന് ഇതുപോലെ തന്നെ എഴുതി കാണിക്കാം. അപ്പം നമുക്ക് രണ്ട് കൺഫർമേഷൻ മതിയാവും. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ നടത്താം. സിഗ്നൽ വന്നിരിക്കുന്ന 6337 അപ്പം നമുക്ക് ട്രേഡ് വരുമ്പോൾ തന്നെ അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും താഴെ ഡിസ്പ്ലേ വരുവേ. ഫസ്റ്റ് ടാർഗറ്റ് 6316, അത് അച്ചീവ് ആയിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 6299, അതുപോലെ തേർഡ് ടാർഗറ്റ് 6283. നമുക്ക് ഇതുപോലെ 3 ടാർഗറ്റും കിട്ടും. സ്റ്റോപ്പ് ലോസ് വരിക. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്, അതായത് മാർക്കറ്റ് ഇറങ്ങുന്നതോടെ സ്റ്റോപ്പ് ലോസ് ഇറങ്ങും. അപ്പോൾ നമുക്ക് ആ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽസ് വരുമ്പോൾ 2 കൺഫർമേഷൻ നോക്കാം. കൺഫർമേഷൻ ഉള്ള ട്രേഡുകൾ മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. അതായത് സോഫ്റ്റ് തന്നെ സിഗ്നൽസ് എല്ലാം എടുക്കേണ്ട. എക്സാമ്പിളാണ് ഈ സെല്ല് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബാർ ബൈ ആണെങ്കിൽ ഗ്രീൻ തന്നെ ആകണം. അപ്പം നമുക്കത് കൺഫേം അല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ഫേക്ക് സിഗ്നൽസ് നമുക്ക് അവോയ്ഡ് ചെയ്ത് മാറാം. അപ്പം ഇത് ടൈം ഫ്രെയിം ഞാൻ യൂസ് ചെയ്യുന്ന 15 മിനിറ്റിലാണ്. നമുക്കിത് ഇപ്പോൾ സിഗ്നൽ കൺഫേം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പം സെല്ല് കൺഫേം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഒരു സിമ്പിളായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊരു ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. Thank you.